നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്വാഗതം മോന്തി ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചുകൊണ്ടായിരിക്കട്ടെ കേട്ടോ. ചിരിക്കാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇപ്പം ചിരിക്കാനൊന്നും കുഞ്ഞുമാവയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദൂട്ടീനെ ഒന്ന് കുറച്ച് നേരം നിലത്ത് കിടത്തിയിട്ട് താഹിരാൻ്റെ അടുത്ത് പോയി വന്നു. അതിൻ്റെ ദേഷ്യമാണ്, കുഞ്ഞുമാവനെ കൊണ്ടുപോയില്ലല്ലോ, അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നും ലോങ് വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങും, പക്ഷെ നമുക്ക് വൈഫൈ ഉണ്ടാവില്ല. ഇന്ന് വിചാരിച്ചു എന്തായാലും എടുത്തു വെക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചാണ്. വൈഫൈ വരുവാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ഇടാം. ആദ്യമേ തന്നെ എല്ലാവരോടും സോറി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിൻ്റെ വീഡിയോ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് പറയുന്നുള്ളതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാഹചര്യം അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും തിരക്കും എല്ലാം ആയിട്ടാണ് കേട്ടോ എനിക്കൊന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരോടും സോറി. പേഴ്സണലായിട്ട് വാട്സപ്പിൽ നിന്ന് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് മൊത്തം നോക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരോടും സോറി. കാരണം എൻ്റെ സാഹചര്യം മനസ്സിലാവുമല്ലോ, കുഞ്ഞിനെ കൊണ്ടുള്ള പോക്കും വരവും ആയതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും മറുപടി തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മളോട് ഡോക്ടർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മളെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് വരാൻ പറഞ്ഞു. ആ പറഞ്ഞപ്പം കുഞ്ഞിന് പനിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ആ കുഞ്ഞിന് പനിയാ. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതനുസരിച്ച് തിങ്കളാഴ്ച കേട്ടോ പോയത്. കഴിഞ്ഞ തിങ്കളാഴ്ച, ഈ തിങ്കളാഴ്ചയല്ല, കഴിഞ്ഞ തിങ്കളാഴ്ച പോയി ഡോക്ടറെ കണ്ടു. നമ്മളിവിടുന്ന് എൻ്റെ നമ്മുടെ തെറാപ്പിക്ക് വരുന്നൊരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും രണ്ട് കൂട്ടരും കൂടി പോയി. അങ്ങനെ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നോക്കിയിട്ട് ആദൂട്ടിക്ക് നമ്മൾ ആദ്യം പോയത് ഷൊർണൂർ ഐക്കോൺസിലാണ് കേട്ടോ. അതെ, ഷൊർണൂർ ഐക്കോൺസിലാണ് പോയത്. ഞാനും ഉണ്ണിക്കുട്ടനും അവരും കൂടിയാണ് പോയത്. അപ്പോൾ ഡോക്ടറെ കണ്ടു. നമുക്ക് വേണ്ടി ഡോക്ടർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ആദൂട്ടിക്ക് EGG നോർമൽ ആയതുകൊണ്ട് സാറിന് MRIയിൽ പ്രശ്നമുണ്ടെന്ന് സാറ് വിചാരിച്ചു. പക്ഷേ കുഞ്ഞിന് MRI നോർമലാണ്. MRIയും കൂടി നോർമലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദൂട്ടിക്ക് ഒരു 2019 നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, SITയിൽ തിരുവനന്തപുരം SIT പോയിട്ടുണ്ടായിരുന്നു. മേരി അയ്യപ്പ് എന്ന് പറഞ്ഞ മേഡത്തിനെയാണ് കണ്ടത്. അപ്പോഴത്തെ ഒരു ജെനറ്റിക്കിൻ്റെ റിസൾട്ട് സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ഉണ്ണിമോനെ സൗണ്ട് കുറയ്ക്കേ, ഞെട്ടിപ്പോയോ. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ജെനറ്റിക്കിൻ്റെ റിസൾട്ട് ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. നമ്മളവിടെ ഫോട്ടോസ്റ്റാറ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടുന്ന് സാറ് നോക്കി ജെനറ്റിക്കിൻ്റെ റിസൾട്ട് നോക്കി അവരെല്ലാവരും കൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പം ആദൂട്ടിക്ക് പേടിക്കേണ്ട പ്രശ്നങ്ങൾ ഒന്നുമില്ല, പേടിക്കേണ്ട യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ജെനറ്റിക്കിൽ 14ാമത്തെ ജീനിന് എന്തോ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ആ ജീനിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെവിക്ക് കേൾവിക്കുറവ്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു കുഞ്ഞിന് ചെവിക്ക് കേൾവിക്കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാറേ, കുഞ്ഞിന് ചെവിക്ക് കേൾവിക്കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുഞ്ഞിന് ചെവിക്ക് കേൾവിക്കുറവുമില്ല, വർത്താനത്തിന് കുഴപ്പമില്ല. നല്ല വർത്താനത്തിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളൊരു കാര്യം ചെയ്യുമോ, കൊച്ചിനെ ഒന്ന് മറ്റേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടുന്ന് തന്നെ താഹിരേനോട് പറഞ്ഞിട്ടാണ് പോയത്, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടാണ് പോയത്. അവരെ കോഴിക്കോട് വിട്ടായിരുന്നു. ഇനിയിപ്പം എന്തുവാടാ ഇത്, അപ്പോൾ നമ്മളും ഇനി കോഴിക്കോടായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതുപോലെ തന്നെ സാറ് പറഞ്ഞു നിങ്ങളൊന്ന് കോഴിക്കോട് പോയി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇപ്പോൾ സാറിനോട് പറഞ്ഞു സാറേ കോഴിക്കോട് പോയി കാണിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് തന്നെ പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു പെട്ടെന്ന് തന്നെ പോകണം, പെട്ടെന്ന് പോയാലാണ് മുമ്പോട്ട് എന്തെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, മുമ്പോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നീതാ ബൽറാം എന്ന് പറഞ്ഞൊരു മേഡമുണ്ട്, ആ മേഡത്തിനെ കാണിക്കാനാണ് പറഞ്ഞത്. ഫോൺ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ആ മേഡത്തിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാനാണ് പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ കോഴിക്കോട് പോകാമെന്ന് സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് നമുക്ക് അവിടെ നിന്ന് തന്നെ ലെറ്റർ എഴുതി തന്നു. സാറ് പറഞ്ഞു നിങ്ങൾ പേടിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഭയങ്കര ടെൻഷൻ, സാറേ പേടിക്കണോ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു പേടിക്കേണ്ട യാതൊരു പ്രശ്നമില്ല, അതുകൊണ്ടിക്ക് വരുവാണെങ്കിൽ തന്നെ ആ ജെനറ്റിക് പ്രോബ്ലം വരുന്നത് ചെവിക്കായിരിക്കും, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം
പേടിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ പോകാം. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യേ, അതുകൊണ്ടിക്ക് ഇത്രയും മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ലിവറിനൊക്കെ കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവരെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യൂ കേട്ടോ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം നീത ഡോക്ടറെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് വണ്ടി പിടിക്കണേ ഇനി കുഞ്ഞിന് ബ്ലഡ് കുറവാണ്. ബ്ലഡ് കുറവിന് സാറ് പറഞ്ഞു മരുന്ന് എഴുതി തരാമെന്ന് പറഞ്ഞു. ബ്ലഡിൻ്റെ മരുന്നും എഴുതി തന്നു. പിന്നെ കോഴിക്കോടേക്ക് പോകാനുള്ള ലിസ്റ്റും എഴുതി തന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇപ്പം എനിക്ക് പേടിയാണ്, എൻ്റെ ചങ്ക് ഇങ്ങനെ കിടന്ന് ഇടിക്കുമല്ലേ. അന്നേരം പിന്നെ എനിക്കൊരു സമാധാനം, കാരണം വൈകല്യങ്ങളില്ല, ചെവിക്ക് മാത്രം ചെറിയൊരു കംപ്ലയിൻറ്റ്. നമുക്ക് ചെവിക്ക് ഈ ഇയർഫോൺ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ബാക്കി യാതൊട്ടി ഓടി നടക്കുവാണെങ്കിൽ അതിൽ പരം നമുക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ എനിക്കൊരു സമാധാനം കേട്ടോ. കുറേ നേരം കഴിയുമ്പോൾ സമാധാനം. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കും, പിന്നെ എനിക്ക് ചിന്ത കൂടും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു, ഡോക്ടറോടൊക്കെ പറഞ്ഞു പോന്നു. ഇവിടുന്ന് നമ്മളോട് പറഞ്ഞു പിറ്റേന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. പിറ്റേന്ന് വിളിച്ചു നോക്കിയപ്പോൾ മേഡത്തിനെ വിളിച്ചിട്ട് മേഡത്തിനെ കിട്ടുന്നില്ല. അതിൻ്റെ പിറ്റേന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് കൂടാനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യകുട്ടിക്ക് അവർ എപ്പോഴും പറയുന്ന കാര്യമാണ് മുട്ട നിർബന്ധമാണ്, മുട്ട നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മുട്ട നമ്മൾ ഇപ്പം 2 മുട്ട വീതം, 2 മുട്ട ഒരു ഗ്ലാസ് പാലും ആദ്യകുട്ടിക്ക് നിർബന്ധമാണ്. അവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുഞ്ഞിന് അത് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ശരിയായി. അത് കൊടുക്കുന്നുണ്ട് പ്രോട്ടീന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് വ്യാഴാഴ്ച നമ്മൾ ഹൈക്കോൺസിലേക്ക് വിളിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു വിളിച്ചിട്ട് കിട്ടണില്ല, നമുക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും പോവും. ഇനിയിപ്പോൾ അവർ ആ മേഡം അല്ലെങ്കിൽ തന്നെ വേറെ മേഡം ആണെങ്കിലും നമുക്ക് എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പൊക്കോ, എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഉണ്ണിക്കുട്ടനും നമ്മുടെ മാളക്കൊച്ചു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ ചീട്ടൊക്കെ എടുത്ത് വെച്ച് കെട്ടി വെക്കട്ടെ. അപ്പം മാളക്കൊച്ചിനെ ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ നിന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു. അവർ രണ്ടുപേരും വന്ന് നമ്മളങ്ങനെ കോഴിക്കോടിന് പോയി. ഇവിടുന്ന് ബസ്സിനാണ് പോയത്. അവിടെ ചെന്ന് നമ്മളൊരു റൂമൊക്കെ എടുത്ത് ഫ്രഷായി. അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യകുട്ടി നന്നായിട്ട് ക്ഷീണമായി തുടങ്ങി. അങ്ങനെ നമ്മൾ വ്യാഴാഴ്ച അവിടെ എത്തി. വെള്ളിയാഴ്ച നീത ഡോക്ടറെ കാണാൻ വേണ്ടി പോകുവാണ്. ഈ വെള്ളിയാഴ്ച അന്നത്തെ കാര്യമാണ് പറയുന്നത്. വെള്ളിയാഴ്ചയാണ് നീത ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ പോയത്. അപ്പോൾ ബാക്കി വിശേഷം ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് പറയാം. ഇത് കണ്ടില്ല ഇപ്പം തന്നെ ഇരുന്ന് പിപ്പിരി കാണിക്കുന്നത്. ബാക്കി വീഡിയോ അടുത്തത് പറയാം. നമ്മൾ പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ന്യൂറോ ഡോക്ടറെയാണ് തന്നത്, നീത ബൽറാം എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് തന്നത് കാണിക്കാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് ജെനറ്റിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പം ആ കുട്ടിക്ക് ജെനറ്റിക് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പേടിക്കേണ്ട പ്രശ്നമില്ല. അത് ചെവീൻ്റെ കംപ്ലയിൻറ്റ് മാത്രമേ വരുള്ളൂ. ചെവി നമുക്ക് വേണ്ടെന്നല്ല, ചെവി ഈ കേൾക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് അതുട്ടി ഒന്ന് ഓടി നടക്കുക, അതുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുക, അതുട്ടി ഒന്ന് ഫുഡ് കഴിക്കുക, വിശക്കുന്നുണ്ടെന്ന് പറയുക, അതൊക്കെ തന്നെയല്ലേ നമുക്കിപ്പോൾ അത്യാവശ്യം. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയ കഥ ബാക്കി പറയാം. കോഴിക്കോട് നിന്ന് എന്താണ് പറ്റിയെന്നൊക്കെ. കോഴിക്കോട് പോയപ്പോൾ ഞാൻ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായി കേട്ടോ. അത് ഞാൻ എന്തായാലും എല്ലാവരോടും പറയാവേ. കോഴിക്കോട് പോയി വന്നപ്പോഴാണ് ഉണ്ണിക്കുട്ടന് ചെറിയ വയ്യായികയും ഛർദിയൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അപ്പം ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കയറി. അല്ലേ ഉണ്ണിമോനെ? മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കയറി. ഇങ്ങോട്ട് വാ. വയ്യ, ചേട്ടന് വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ചേട്ടന് വയ്യാന്നാണ് പറഞ്ഞത്. ഉണ്ണിക്കുട്ടിന് ക്യാമറയിൽ വരാൻ മടിയാന്ന് ഇനി പറഞ്ഞ ആരും പൊക്കി പിടിച്ചുകൊണ്ട് വരരുത്. ക്യാമറയിൽ വരാൻ മടിയാന്നല്ല പറഞ്ഞത്, ഉണ്ണിക്ക് വയ്യാന്നാണ് പറഞ്ഞത്. പിന്നെ മാളുക്കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരാത്തത്, മാളു +2 പഠിക്കുന്ന മോളാണ്. മാളു അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കും. അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയിലും കാണിച്ച് മാളൂസിൻ്റെ പഠിപ്പ് കളയാനേ ഇഷ്ടമല്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതനുസരിച്ച് മാളു വന്ന് നിൽക്കണം. അപ്പോൾ +2 മാർച്ചിൽ എക്സാമാണ്. ഒരു തുള്ളി സമയം നമ്മുടെ മുന്നിൽ മാളൂസിന് വേണ്ടിയിട്ട് മാളൂസിൻ്റെ വീഡിയോ എടുത്തൊന്നും കളയാനില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോട്ടിൽ വരും, ഓരോരുത്തർ അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മാളുക്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. അല്ലാതെ മാളൂസിന് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല. മാളൂൻ്റെ ഇഷ്ടം പോലെ വീഡിയോ നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്. അല്ലേ ഉണ്ണിക്കുട്ടാ? മാളുക്കൊച്ച് പഠിക്കണം, അതാണ് നമുക്കിപ്പോൾ പ്രധാനം. പഠിത്തം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പരിപാടിയെ ഞങ്ങളുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വേറെ എവിടെ ഞങ്ങൾ പോകാതെ പോലും ഇരിക്കുന്നത്. മാളുവിൻ്റെ പഠിത്തം കൊണ്ടാണ്.
ഇപ്പോൾ കോഴിക്കോട് പോയത് എന്തിനാണെന്നുള്ളത്, കോഴിക്കോട് ജനറ്റിക്കിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ബാക്കി കാര്യം നമ്മൾ കോഴിക്കോട് പോയിട്ട് എന്തു പറഞ്ഞു, എന്താണ് നടന്നതെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇന്ന് ഇടാൻ പറ്റുമോ എനിക്ക് ഒരു ഉറപ്പുമില്ല കേട്ടോ. കാരണം നമ്മുടെ വൈഫൈ പോയി കിടക്കുവാണ്. അപ്പം എന്താ പറഞ്ഞതെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.